ഇന്ന് കർക്കിടക വാവ്. രാവിലെ തന്നെ നല്ല മഴയാണ്. മഴയിൽ കുളിച്ചാണ് ഇന്ന് പൂക്കളും ചെടികളുമെല്ലാം ഉണർന്നത് തന്നെ. കർക്കിടക വാവ് ദിവസം പിതൃക്കൾ ഭൂമിയിലേക്ക് എത്തുമെന്നും അവർക്ക് ബലിയിടുന്നത് ഏറെ സന്തോഷമുണ്ടാകുമെന്നും വിശ്വസിക്കപ്പെടുന്നു. അന്നത്തെ ദിവസം ഓരോ ഭവനങ്ങളിലും മരണപ്പെട്ടു പോയവർക്കായി ഇഷ്ടമുള്ള ഭക്ഷണങ്ങൾ ഉണ്ടാക്കുന്നു. പ്രാതലിനായി ഇഡലിയാണ് ഉണ്ടാക്കുന്നത്, കൂടെ സാമ്പാറും. ഇഡലിയും സാമ്പാറും കാലമായപ്പോൾ തൂശനിലയിൽ പിതൃക്കൾക്ക് വിളമ്പി. ശേഷമാണ് ഓരോരുത്തരും പ്രാതൽ കഴിക്കാനിരുന്നത്. നല്ല പഞ്ഞി പോലുള്ള ഇഡലിയിലേക്ക് ചൂട് സാമ്പാറും ഒഴിച്ച് പ്രാതലിന് ശേഷം ഉച്ചയൂണിനുള്ള തയ്യാറെടുപ്പിലാണ്. മത്തങ്ങ ചെറുതായി നുറുക്കി കൂടെ സവാളയും പച്ചമുളകും ചേർത്ത് അടുപ്പിൽ വെച്ചു. മത്തങ്ങ പച്ചടി ഉണ്ടാക്കാനുള്ള പുറപ്പാടിലാണ് അമ്മ. വെന്ത മത്തങ്ങ കൂട്ടിലേക്ക് അരപ്പ് ചേർത്തിളക്കി ഒന്ന് ചൂടാറിയപ്പോൾ കട്ടത്തൈരും കറിവേപ്പിലയും കടുക് താളിച്ചതും ചേർത്തു. അവിയലിനായി കായും ചേനയും ക്യാരറ്റും വെള്ളരിക്കയും പച്ചമുളകുമെല്ലാം കനം കുറച്ച് നീളത്തിലരിഞ്ഞ് മൺചട്ടിയിലാക്കി. പാകത്തിന് വെന്ത അവിയൽ കഷ്ണങ്ങളിലേക്ക് അരപ്പും കറിവേപ്പിലയും പച്ചവെളിച്ചെണ്ണയും ചേർത്ത് ഇളക്കിയെടുത്തു. ചെറുപയർ കൊണ്ട് പരിപ്പ് കറി ഉണ്ടാക്കി. മുളകുപൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും ചേർത്ത് ചിക്കൻ പുരട്ടിയെടുത്തു. കുഞ്ഞുള്ളിയും മസാലകളും ചേർത്ത് വഴറ്റിയ ചട്ടിയിലേക്ക് ചിക്കനെയും തട്ടി. അവസാനവട്ട മിനുക്കുപണിയായി തക്കാളിയും കശുവണ്ടിയും അരച്ചതുകൂടി ചേർത്തപ്പോൾ സ്വാദിഷ്ടമായ ചിക്കൻ കറിയും റെഡിയായി. കപ്പ ചെറുതായി നുറുക്കി ഉപ്പും വെള്ളവും ചേർത്ത് വേവിച്ച് അരപ്പ് ചേർത്ത് കുഴച്ചെടുത്തു. കടുക് താളിച്ചതുകൂടി ചേർത്താൽ കപ്പയും റെഡി. കപ്പയും ചിക്കനും ഉണ്ടെങ്കിൽ പുളിശ്ശേരി കൂടി വേണമല്ലോ. പുളിശ്ശേരിയും റെഡി. ഇനി ഈസ്റ്റേൺ പായസം മിക്സ് കൊണ്ട് ഒരു പാലട പായസം കൂടിയായാലോ? 1 ലിറ്റർ പാൽ തിളപ്പിച്ച് പായസം മിക്സും ചേർത്ത് നന്നായി കുറുക്കിയെടുത്തു. ഏലക്കയും ചുക്കും പൊടിച്ചതും നെയ്യും കൂടി ചേർത്തപ്പോൾ ഒന്നാന്തരം പാലട പായസം തയ്യാർ. ഈ പാലട പായസം ഇത്രയും രുചികരമായി തയ്യാറാക്കിയത് അച്ഛനാണ്. മഴ ഇനിയും തോർന്നിട്ടില്ല. രാവിലെ വിളമ്പിയ ഇഡലിയും സാമ്പാറും വെലിക്കാക്കയ്ക്കായി മുറ്റത്തേക്ക് വെച്ചിരുന്നു. മഴത്തുള്ളികൾ വീണ് അത് മൊത്തം നനഞ്ഞു കുതിർന്നു. തോരാത്ത മഴയാണ്. മുറ്റം നിറയെ വെള്ളമാണ്.
ചോറും കറികളുമെല്ലാം തയ്യാറായി കഴിഞ്ഞു. പപ്പടം കൂടി വറുത്തപ്പോൾ എല്ലാം പൂർണ്ണം. പുറത്ത് തൂശനിലയിൽ ചോറും കറികളും പായസവും എല്ലാം വിളമ്പി. ഇനി വീട്ടുകാർക്കുള്ള ഊഴമാണ്. ഇലയിലേക്ക് മത്തങ്ങ പച്ചടിയും മാങ്ങ അച്ചാറും ഇഞ്ചിക്കറിയും അവിയലും കപ്പയും ചോറും ചിക്കനും പപ്പടവുമെല്ലാം വിളമ്പി. ചോറിനു മീതെ പരിപ്പും സാമ്പാറും പുളിശ്ശേരിയും എത്തി. അവസാനം പാലട പായസം. എരിവും മധുരവും പുളിയും ഒക്കെ ചേർന്ന ഒന്നാന്തരം ഒരു വാവ് സദ്യ.